പാറ പിടിച്ചു വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ടോ? എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇതാണ് സാഹസികമായ ട്രക്കിങ്ങിൽ പാറക്കെട്ടുകളിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? എവിടെയാ? അതെ, വയനാട്ടിലൊരു കാട്ടിലാട്ടുള്ളത്. അവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ക്യാമ്പ് സൈറ്റിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് മോങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലേ? നല്ലൊരു അടിപൊളി വൈബ് അന്തരീക്ഷമൊക്കെ ഉള്ളൊരു ക്യാമ്പ് സൈറ്റാണ്. നമ്മളിവിടെ ഇന്നലെ വന്നതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നാളെ ഇന്ന് രാത്രിത്തെ കാഴ്ചകളും അതുപോലെ തന്നെ നാളെ നമ്മൾ ഇവിടുന്ന് ട്രെക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോനകത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. നമ്മൾ കൊച്ചിയിൽ ട്രെയിനിന് കോഴിക്കോടൊക്കെ വന്നിട്ട് ഇതാ KSRTCയിൽ വയനാടൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൽപ്പറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ വയനാടെത്തി. വയനാട് എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. അഷ്കറിൻ്റെ വീട്ടിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോ വീട്ടിലൊക്കെ പോകുന്നവരെ എനിക്ക് ഈ നാട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. കുറേ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് അവസാനം ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്ത മറ്റേ വട്ടവട വരുന്ന നേരം കുറേ തേയിലത്തോട്ടം ഇതൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു വന്നത്. അതിനുശേഷം പെട്ടെന്ന് സ്റ്റോപ്പിട്ട് നേരെ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ അഷ്കറിൻ്റെ വീട്ടിൽ പോയി. അതൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടത്. അത് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന അധികം ഷൂട്ട് ചെയ്യില്ല. കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണ്. ആൾക്കാരെ മുമ്പ് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ. വലിയ ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് എടുത്തിട്ട് പോയിരുന്നു. പക്ഷേ എന്താ ഒരു അതിശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാർ നോട്ടീസ് ചെയ്തോട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് എവിടുന്ന് തിരിച്ച് വന്നല്ലോ, എപ്പോഴാണ് വന്നത്, ഇനി എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യമല്ലേ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇപ്പം മേപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമ്പ് സൈറ്റിലേക്കാട്ടോ പോകുന്നത്. ഇതാ ഈ ചേട്ടനോടൊപ്പമാണ്. ജംഷീദ് എന്നല്ലായിരുന്ന പേര്? ജംഷീദ് എന്നല്ലായിരുന്ന പേര്? ആ, ജംഷീദ് എന്നാട്ടോ പേര്. അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റയിൽ മൂപ്പരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് തന്നെ നമ്മൾ വണ്ടിയിൽ പോകാം കേട്ടോ. വയനാടിലെ തേയിലത്തോട്ടവും കണ്ടിരിക്കുകയാണ്. പല ടൈപ്പ് തേയിലത്തോട്ടങ്ങൾ കണ്ട് നമ്മൾ മേപ്പാടിയിൽ നിന്ന് ചുരൽമല റൂട്ടിലേക്കാട്ടോ പോകുന്നത്. മേപ്പാടിയിലെ തേയിലത്തോട്ടങ്ങൾ പണ്ട് ബൈക്കിലൊക്കെ ഈ വഴി കുറേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയിട്ട് വീതിയൊക്കെ കൂട്ടുന്നുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ ഒക്കെ ചെറിയ റോഡായിരുന്നു. അപ്പം നല്ല രീതിയിൽ വീതിയൊക്കെ കൂട്ടി സെറ്റാക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇതാ കള്ളാടി ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ പോവുക. വുഡ് മോങ്സ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഫുൾ കാട്. അതെ, എത്ര ദൂരം ഉണ്ട്? എത്ര ദൂരം ഉണ്ട് ഇവിടെ? പിന്നെ ജീപ്പിൽ പോകാൻ. നല്ല മഴയും കാലൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടി പുറത്ത് പേ പാർക്കിംഗ്. നല്ല വെച്ചാൽ ഒരുവിധം SUVs ഒക്കെ, SUV അല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ടാകാം. തീർച്ചയായിട്ടും അങ്ങനെ വരും. വണ്ടിയിലൊക്കെ ഉണ്ടാകും. ിയുള്ള വഴി വട്ടവടൊക്കെ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ റോഡ് ഉണ്ട് ഓൾറെഡി. ആ റോഡിന്റെ പൊളിഞ്ഞ റോഡാണ്. അതിലേക്ക് കൂടെ തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ട് നന്നാക്കാതെ ഇട്ടിരിക്കും. വെള്ളച്ചാട്ടത്തേക്ക് ആ ഇതൊന്നും ആക്കാൻ പറ്റില്ല. ആദ്യം മുതൽ പിന്നെ നമ്മൾ പണിയണം. കാരണം ഇത്രയും മോശം ഓഫ് റോഡാണ്. ഇവിടെ 900 കണ്ടി ഓടുന്ന വണ്ടിക്കാരൊന്നും താഴ്ന്നില്ല. ഈ മഴ തന്നെ ഇപ്പൊ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാണെങ്കിൽ
വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട്. ഇന്നലെ കയറാൻ കുറച്ച് സെക്കൻഡ് കയറി അവിടെ ടയർ മാറാൻ പോയി. ഇവിടെ ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാർ നോക്കി വന്നാൽ ഓ കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും മാനൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ ട്രൈബൽസ് ഉണ്ട് അതിന്റെ മുകളിലോട്ടേക്കൊക്കെ റോഡുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ബൈക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ബൈക്ക് തന്നെ അവർ യൂസ് ചെയ്തു വേറെ വഴി വരുന്നുണ്ടായിരിക്കും അപ്പുറത്തെ കൂടെ. ഏലത്തോട്ടാണ് ഈ കാണുന്നത്. ഫുള്ള് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓഫ് റോഡായിട്ട് ഒന്നും കിട്ടൂല. ഇതൊക്കെ ഏലത്തോട്ടം. എത്ര ഏക്കറാ ഇത്? 70. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം, വുഡ് മോങ്സ് എന്ന് പറഞ്ഞാൽ. കുറേ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. എത്ര രാജ്യത്തിൻ്റെന്ന് അറിയില്ല, 195 രാജ്യത്തിൻ്റെ ഉണ്ടോയെന്ന് അറിയില്ല. കുറേ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി കളർഫുള്ളായിട്ട് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ നിനക്ക് വരയ്ക്കുന്ന അറിയുന്നല്ലോ പറഞ്ഞേ. കൊള്ളാം സ്ഥലം. ഇതിനെന്താ പറയുക? വുഡ് കബാന. ഓക്കെ, സെറ്റപ്പ് ആണല്ലോ. അതെടുക്കാം. നമ്മളെ ടെൻ്റൊക്കെ പിടിച്ചാണ്. ബ്രോൻ്റെ പേരെന്തായിരുന്നു? ഷബീബ്. ഓക്കെ. പിന്നെ താഴെ വാട്ടർഫോൾസാ? ഈവനിങ് സ്ട്രീം ബാത്ത് അങ്ങോട്ടേക്ക്. ഓക്കെ. അടിപൊളി. ഇതാണ് ഇങ്ങനെ ബെഡൊക്കെ വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റും. വെള്ളം ഒഴുകുന്നതിൻ്റെ അടിപൊളി. ഇവിടെയൊക്കെ ഓരോ വുഡ് കബാന കുറേ ഉണ്ട്. അടിപൊളിയല്ലേ? കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെവിടെ ഉള്ളത്? വയനാട്ടിൽ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല സ്ഥലങ്ങളൊക്കെ. വുഡ് മോങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലാണുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോഗ്രാഫർ 5 ആയി മാറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ആള് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നത്. വെള്ളച്ചാട്ടമല്ല, ഇവിടുന്ന് ഇങ്ങനെ കുളിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്, പുഴയൊക്കെ. ഞങ്ങൾ ഓൾറെഡി കുളിച്ചു പോയി, അലിഞ്ഞ് നാറിയിട്ടേനുള്ളത് ഓൾറെഡി ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ കുളിച്ച് കഴിഞ്ഞ് അതെ, അന്നേരം ഇവിടുന്ന് കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അത് കാണിച്ചാൽ പറ്റില്ല, ഫാമിലിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്താ ഇവിടെയൊക്കെ ഫുൾ പച്ചപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ ഈ ഒരു ഏരിയ മൊത്തം. ഇതാരാ? എൻ്റെ കേളിയുടെ ട്രാവലോ? അതിന് പൈസ വേണം. ട്രാവലർ വലിയ വണ്ടിയല്ലേ? അലഞ്ഞു തിരിഞ്ഞ് പാടി ഫീൽഡ്സിലൂടെ നടന്ന് കളിക്കുന്ന 5. ഇതാട്ടോ നമ്മുടെ വുഡ് മോങ്സ്. ഇത് 5. ഇതൊക്കെ ടെൻ്റ് സ്റ്റേയും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇതാണ് കണ്ടോ
വുഡ് മോങ്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വുഡ് മോങ്സ് എർത്ത് ഫസ്റ്റ് ഓൾവേസ് ഓൺലി സ്റ്റോറീസ് ആർ ഫോർ അവർ. കുറേ ബോട്ടിൽസൊക്കെ കട്ടൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ആ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി സെറ്റായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് നമ്മളെ ടിബറ്റൻ ഫ്ലാഗ്. അവിടുന്ന് കുറേ പറിച്ചുകൊണ്ടെന്നാൽ മതിയായിരുന്നു അല്ലേ. അതുപോലെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേപ്പാൾ പോലെ തന്നെ അല്ലേ, ടിബറ്റൻ ഫ്ലാഗ് കുറേ ഉണ്ട്. പക്ഷെ അവിടെ ആരും ഇല്ല, ടിബറ്റൻ്റെ ആൾക്കാരും ഇല്ല. ഇതൊക്കെ കോട്ടേജ് ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. 1 2 3 4 5 ആയിട്ട്. പിന്നെ ടെൻറ്റിൻ്റെ കുറേ കാണാൻ പറ്റില്ല. ഇതൊക്കെ ടെൻറ്റാട്ടോ ആ കാണുന്നത്. അതുപോലെ ഈ കാണുന്ന ടെൻറ്റാണ്. ഇത് ടെൻറ്റാ. ഇതൊക്കെ ടെൻറ്റാട്ടോ. ഇതിങ്ങനെ കൂര പോലെ വെച്ചിരിക്കുന്ന വെള്ളം ഉള്ളിലാക്കാതെ മഴേൻ്റെ സമയത്ത് വെള്ളം ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെക്കാത്ലോണിൻ്റെ ടെൻറ്റിൻ്റെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പരിപാടി ഇത്. അതായത് കുറേ കാലങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിലേക്കായി മാറും. പൊടിയുന്നൊരു ടൈപ്പ്, മറ്റേ പുറത്തുള്ള ഷീറ്റില്ലേ അത് പൊടിഞ്ഞു പോകുന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇട്ടിങ്ങനെ ഇതാണ് അവസ്ഥ. അത് എല്ലാ ടെൻറ്റും അതേപോലെ തന്നെയാണ്. ഇത് വേറെ ടൈപ്പ് ടെൻറ്റാണ്. അതുപോലെ ഈ സൈഡിൽ മൊത്തം ഏലക്കാടുകളല്ലേ, ഫുള്ള് ഏലക്കാടുകളാണ് ഇങ്ങനെ പരന്ന് കിടക്കുക. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് ഏലക്കാടുകൾ. രാത്രിയാകുമ്പോൾ അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നീ എവിടെ പോവാ? ഊഞ്ഞാലാടാൻ പോവാ? ആഹാ, ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. ഇവള് ഊഞ്ഞാലാടുന്ന എനിക്ക് പേടിയാ. എപ്പോഴാ തലേ കുത്തി വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. വാവാവോ ചാച്ചിക്കോ, വാവാവോ ചാച്ചിക്കോ, 5 മോള് ചാച്ചിക്കോ. ഇവിടെയുണ്ടോ ഊഞ്ഞാല്? ഞങ്ങളിവിടുന്ന് ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുക. കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് വൈബായിട്ടുണ്ട്. പാട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇതുവരെ പാട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അത് ഓഫാക്കി. ഫുള്ള് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 5 ക്യാമ്പ് ഫയറൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുക. നല്ല ചൂടാണ്. ചൂടത്ത് ക്യാമ്പ് ഫയർ ഇട്ടിട്ടിരിക്കുക. വേറെ ഒരു പണിയില്ലായിട്ട്. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ വന്ന് ഫുള്ള് മാറിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ വരുന്നൊരു ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ട്രെക്കിങ്ങാന്നൊക്കെ പറഞ്ഞത്. വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോകട്ടെ. രാവിലെ തന്നെ കുറേ പേരുണ്ട് ഇവിടെ ഓൾറെഡി ഉള്ളത്. അവരോടൊപ്പമാണ് ഞങ്ങൾ ട്രെക്കിങ്ങിന് പോകുന്നത്. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. കാട്ടിൻ്റെ നടുവിലൂടെയുള്ള ട്രെക്കിങ്. ഇത് 2 ഏലത്തോട്ടാട്ടോ ഈ 2 ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് മേലത്തോട്ടം, ഈ ഭാഗത്ത് മേലത്തോട്ടം. ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ള ഇത് ശരിക്കും നമ്മൾ ഇന്നലെ വന്ന ജീപ്പ് വന്ന വഴിയാണ്. അതുവഴി തന്നെയാണ് നടന്നു പോകുന്നത്. അഞ്ജു ഇവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വീടൊക്കെ ആട്ടോ, മരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ. ഇതുവഴി ആട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടെ ഏതൊക്കെ ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്. ഫുൾ പച്ചപ്പ് പോലത്തെ സ്ഥലം. എന്ത് രസാലേ, എന്ത് ഭംഗി നിന്നെ കാണാൻ പച്ചപ്പുല്ലിനെ. സൂര്യനൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുന്നുണ്ട്. നല്ല വെയിലും തുടങ്ങും. ഇതാണ് നമ്മുടെ ഷബീബ്. കാട് ഏരിയ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഫുൾ കാടാട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. ഇതിന് നടുക്കൂടി ചെറുതായിട്ട് പോകുന്നുണ്ട്. ഏലക്കാടും കാണാൻ പറ്റും. ആ സൈഡിൽ കൂടിയാണ് നടക്കാറുള്ളത്. ഇത് ശരിക്കും സൺറൈസ് ഒന്നും കാണാനുള്ള പോയിന്റ് ഇല്ലല്ലോ ഇവിടെ. സൺറൈസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഫോറസ്റ്റ് ട്രക്കിങ്, രാവിലെ തന്നെയുള്ള ഫോറസ്റ്റ് ട്രക്കിങ്. എവിടേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. നമ്മൾ അവിടെ ഉള്ള വെള്ളമാണോ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്? അതിൻ്റെ ചെറിയൊരു എവിടെയൊക്കെ വെള്ളം ഒഴുകി വരുന്നു. സാഹസികമായ ട്രക്കിങ്ങിൽ പാറക്കെട്ടുകളിൽ സീനാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വഴിയൊക്കെ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. ഡേഞ്ചറസ് ട്രക്കിങ്. ഇറങ്ങി എത്ര ദൂരമുണ്ട്?
100 മീറ്ററും കൂടി നടന്നോ. നീ ഒരുമാതിരി അഞ്ജുവിന്റെ സാഹസികതയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു മൂലക്ക് കാല് വെച്ചിട്ട് ഉള്ള കളിയാണ്. ഇവിടെ വെള്ളത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. ഇതാണ് വാട്ടർഫാൾസ്, കുഞ്ഞു വാട്ടർഫാൾസ് അല്ലേ. അവിടെ നിന്ന് ചാടി ചാടി വന്നാട്ടോ കുഞ്ഞു വാട്ടർഫാൾസ് കണ്ടു തുടങ്ങി. നല്ല രീതിയിൽ വരും. അപ്പോൾ വരുന്ന വഴിക്ക് മൊത്തം വെള്ളമായിരിക്കും. അടിപൊളിയല്ലേ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ ചാടിയിട്ട് രക്ഷപ്പെടുത്താൻ വേറെ ആൾക്കാർ വരേണ്ടി വരുന്നു. എന്താ ഷെബീബ് അവിടെ ഇരുന്നിട്ട് പീസ് അടിക്കുക. എന്താണ് ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ദാനത്തിലാത്. ഞങ്ങളുടെ ട്രെക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. വേറൊരു ഫാൾസും കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ചീവീടിന്റെ സൗണ്ട് അടിക്കുക. സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അയ്യോ എന്ത് സൗണ്ടായത്. പാറകളൊക്കെ താണ്ടി കയറി അങ്ങനെ കുഞ്ഞു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വാട്ടർഫോൾസ് കണ്ടേ. ഇനിയും പോകണ്ട. ഇനി അടുത്ത വാട്ടർഫോൾസിലേക്ക്. നടന്ന് നമ്മൾ വേറൊരു ഫാൾസിൻ്റെ അടുത്തെത്തി. ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ ഫാൾസൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഫാൾസ് എന്നാലും കാലായിട്ട് സ്ലിപ്പായിക്കുണ്ടെങ്കിൽ നേരെ അടിച്ച് താഴേക്ക് എത്തും കേട്ടോ. അങ്ങനത്തെ സ്ലിപ്പുള്ള സ്ഥലമാണ്. കൊള്ളാം, നല്ല സ്പോട്ട്. മഴയുള്ള ടൈമിൽ ഇവിടെ മൊത്തം വെള്ളമായിരിക്കൂലേ? ഉണ്ടാവില്ല. ഇവിടൊക്കെ വെള്ളമായിരിക്കൂലേ? അതാ ഒരു ഊരലുണ്ട്, സ്ലിപ്പുണ്ട് ഇവിടൊക്കെ. അങ്ങനെ ഫൈനലി വെള്ളച്ചാട്ടത്തിലെത്തി. കുളിക്കാൻ വേണ്ടി പോവാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് 5 മിനിറ്റ്. 5 മിനിറ്റ് കുളിസാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്തു നിന്നും വെള്ളം ഊരി വന്നു കുടിക്കാറ്. ഞാൻ കുളിക്കുന്നില്ല. കുളിക്കുന്ന വെള്ളമൊക്കെ മൊത്തം പേടിയാണ്. പാറ പിടിച്ചു വെച്ചിരിക്കുകയാണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി. 5 അവിടുന്ന് കുളിക്കുക കേട്ടോ വെള്ളച്ചാട്ടത്തിൽ നിന്ന്. ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്. ഫുള്ള് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുക ഇവിടുന്ന്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്ത് ഭംഗിയാ. വേറെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. ബാവാവോ ഉറങ്ങിക്കോ, അഞ്ചു മോള് ഉറങ്ങിക്കോ, ബാവാവോ ഉറങ്ങിക്കോ, അഞ്ചു മോള് ഉറങ്ങിക്കോ. എന്താ ചെരിഞ്ഞൊന്നും താഴെ പോയില്ല. നീ താനെയോ ചെരിയാൻ. ഇവിടെ ടെൻറ്റിനൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ടുണ്ട് കേട്ടോ. പാക്കൊന്നും ചെയ്തിട്ടില്ല, എല്ലാം റൂമിൽ തന്നെയാണുള്ളത്. അവിടെ ചെന്നിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് പോകാനുണ്ട്. രക്ഷിക്കൂ, പറ, കാപ്പാത്തുങ്കോ കാപ്പാത്തുങ്കോ. ആ സീനൊന്നുമില്ല, അതങ്ങ് ആടിക്കോളും. ആ സാരമില്ല, നീ ആടിക്കോ.
ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോകാൻ പോവാട്ടോ. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പോവാ. അപ്പം നമ്മൾ വന്ന ജീപ്പിൽ തന്നെ തിരിച്ചു പോവാണ്. കേട്ടെ. ഓക്കെ ബൈ. തിരിച്ച് നമ്മളെ ഓഫ് റോഡ്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്താണ് എണ്ണയിച്ചാൽ 6 മാസം മുന്നേ എണ്ണയിച്ചാൽ സാധനം കിട്ടുമായിരുന്നു. ചളി അല്ല, 6 മാസം മുന്നേ മൊത്തം കുഴികളാണ്. അതായത് കവായി പോലെ ചാടി നേരെ മഴ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും അത് ഫുള്ളാണ് ചളിയാണ്. ചളി ചാലും. ജീപ്പ് വരികയാണെങ്കിൽ തന്നെ നമ്മളെ ഇറക്കത്തിൻ്റെ അവിടെ വരെ അവിടേക്ക് ഇറങ്ങില്ല. പിന്നെ നമ്മുടെ ജീപ്പ് വെച്ച് ചേർക്കണില്ല. ഇത് ഏലമൊക്കെ വേറെ ആൾക്കാരല്ലേ? നമ്മൾ ഇവിടെ തന്നെ ഇവർ തന്നെ ഒരു ഹോട്ടലാട്ടോ ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഹോട്ടലിന് പേരില്ല കേട്ടോ. ഈ പോകുന്ന കഴിക്കണേ ഗ്ലാസ് ബ്രിഡ്ജ് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തത്. മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ കറക്റ്റ് ടൈമിലാണ് മിസ്സായത്. മഴ തുടങ്ങിയിട്ടുണ്ട്. പേരില്ലാത്ത ഹോട്ടലാണ്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് മറ്റേ. ആ നല്ല ഫുഡില്ലേ? ഊണ് കഴിച്ചതാ ഇവള്. ഈ ബസ്സും കാത്ത് നിൽക്കുക. ഞങ്ങൾ ഇവിടുന്ന് കൽപ്പറ്റയ്ക്ക് വരെ പോകാനുള്ള മഴ ചെറിയ രീതിയിൽ ചാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.